ക്ഷേത്രാങ്കണത്തിൽ നാലമ്പല തീർത്ഥാടനത്തിന് ദീപം തെളിഞ്ഞു. കർക്കിടക സംക്രമ സന്ധ്യയിൽ മന്ത്രിമാരായ അനൂപ് ജേക്കബും മോൻസ് ജോസഫും ചേർന്നാണ് ദീപം തെളിച്ച് തീർത്ഥാടനത്തിനും രാമായണ മാസാചരണത്തിനും തുടക്കം കുറിച്ചത്. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ഭരതസ്വാമി ക്ഷേത്രം, മൂളക്കുളം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി കാവുങ്കടയ്ക്ക് സമീപമുള്ള ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് ജില്ലയിലെ നാലമ്പല തീർത്ഥാടന കേന്ദ്രങ്ങൾ. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണത്തിന് തുടക്കമിട്ട് മുളക്കുളം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നാലമ്പല തീർത്ഥാടനത്തിന് ദീപം തെളിഞ്ഞു. മന്ത്രി അനൂപ് ജേക്കബ് നാലമ്പല തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു തീർത്ഥാടന മേഖലയായി ഇന്ന് ഉയർന്നു നിൽക്കുകയാണ്. അത് ഒരു ദിവസം കൊണ്ട് നമ്മൾ നേടിയതല്ല. ഈ ക്ഷേത്ര സമിതികളും നാലമ്പല തീർത്ഥാടന സമിതികളും ഒക്കെ ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് നിന്ന് മുമ്പോട്ട് പോയതാണ് ഇന്ന് ഈ കാണുന്ന ഒരു തീർത്ഥാടന സർക്യൂട്ടിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ തീർത്ഥാടന രേഖകളിൽ ഉയരങ്ങളിൽ നിൽക്കുന്ന നിലയിലേക്ക് ഇന്ന് നമ്മുടെ പ്രദേശം കടന്നു വന്നിരിക്കുന്നത്. രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. രാമായണ മാസത്തിലേക്ക് കടക്കുമ്പോൾ രാമായണ മാസാചരണവും എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ന് മഹനീയമായ ഈ സമ്മേളനത്തിൽ നമ്മളെല്ലാം ഒത്തുചേരുമ്പോൾ തീർച്ചയായിട്ടും ഈ 4 അമ്പലങ്ങളിലും ദർശനം നടത്തുന്നവർക്കും മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സർവോപരി നാനാജാതി മതസ്ഥരായ ആളുകൾ അധിവസിക്കുന്ന നമ്മുടെ ദേശത്തിനും ഒരുപാട് അനുഗ്രഹങ്ങളും ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചടങ്ങിൽ സംസാരിച്ച മന്ത്രിമാർ നാലമ്പല തീർത്ഥാടന വികസനത്തിനായി സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 10 കോടി രൂപയിൽ ഒരു ഭാഗം ജില്ലയിലെ നാലമ്പല തീർത്ഥാടന പദ്ധതികൾക്കും അർഹമായതാണെന്ന് അഭിപ്രായപ്പെട്ടു. രാമായണ മാസത്തിൽ ഭക്തർ ഏറെ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ആത്മീയ യാത്രയാണ് നാലമ്പല തീർത്ഥാടനം. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവർക്കായി സമർപ്പിച്ച 4 ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസത്തിലെ ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നതാണ് പാരമ്പര്യം. ജില്ലയിൽ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ കേന്ദ്രമാക്കിയാണ് നാലമ്പല തീർത്ഥാടനം നടത്തുന്നത്. വനവാസകാലത്ത് ശ്രീരാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി മംഗല്യത്തോടെ വസിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്ന രാമമംഗലത്തിന് ചുറ്റുമുള്ള 4 ക്ഷേത്രങ്ങളാണ് തീർത്ഥാടനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ഭരതസ്വാമി ക്ഷേത്രം, മൂളക്കുളം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരിയിലെ കാവുങ്കടയ്ക്ക് സമീപമുള്ള ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലൂടെ ഏകദേശം 28 കിലോമീറ്റർ സഞ്ചരിച്ച് നാലമ്പല തീർത്ഥാടനം പൂർത്തിയാക്കാം. കിഴുമുറി ലക്ഷ്മണസ്വാമി ക്ഷേത്രം നാമാവശേഷമായതിനെ തുടർന്ന് മൂളക്കുളം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തെയാണ് നിലവിൽ നാലമ്പല തീർത്ഥാടനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂളക്കുളത്ത് നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷനായിരുന്നു. ഇതുപോലെയുള്ള വിശ്വാസികളുടെ എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും MLA ഫണ്ടായാലും അല്ലെങ്കിൽ MLA ആസ്തി വികസന ഫണ്ടായാലും സർക്കാർ ഫണ്ടായാലും അവ എത്തിച്ചു കൊടുത്ത് പരമാവധി നടത്തിപ്പിനാവശ്യമായിട്ടുള്ള സംഗതികളിൽ പരമാവധി ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. പിറവം നഗരസഭാ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെസി രാജു, ഷീല ബാബു, ജിജി സുരേഷ്, നാലമ്പല സമിതി പ്രസിഡന്റ് N രഘുനാഥ്, സെക്രട്ടറി PP സുരേഷ് കുമാർ, നാലമ്പല സമിതി ട്രഷറർ EK മോഹൻ, ജോയിന്റ് സെക്രട്ടറി ഗണേഷ്, മൂളക്കുളം ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി സൂരജ് വണ്ടാനത്ത്, ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ KK രാമചന്ദ്രൻ, ദേവസ്വം ബോർഡ് പ്രതിനിധി MS വിനീത്, റിട്ടയർഡ് ദേവസ്വം കമ്മീഷണർ EP ഗോപികൃഷ്ണൻ, പിറവം ATOKP ഷിബു, VU ഉപ്പിലിയപ്പൻ, K ഇന്ദുകുമാരി, KG ശശികല, അശ്വതി ശ്യാം, ജസീന ചക്യാരത്ത്, ധന്യ ജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നമുക്കറിയാം, ഇത് തികച്ചും ഗ്രാമാന്തരീക്ഷത്തിലുള്ള ക്ഷേത്രങ്ങളാണ് ഇതെല്ലാം. 2015 ശ്രീ അനൂപ് ജേക്കബ് മന്ത്രിയായിരിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ശ്രീ ഷിബുസാറിന്റെ കൂടി സഹായത്തോടു കൂടി എറണാകുളത്ത് നിന്നും ഒരു KSRTC വന്ന് 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി തിരിച്ചു പോകുന്നൊരു സംവിധാനം തുടക്കം കുറിച്ചുവെങ്കിൽ അത് പിന്നീട് അത്ര ഗുണകരമല്ലാത്തതിനാൽ നിർത്തേണ്ടതായ സാഹചര്യം ഉണ്ടായി. ഇനിയുള്ള ദിവസങ്ങൾ ആത്മീയമായ ജീവിതചര്യകൾ കൊണ്ട് മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ടുള്ള വ്രതശുദ്ധിയുടെ ദിവസങ്ങളാണ്. ഭക്തജനങ്ങൾക്കെല്ലാം ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും
നിത്യജീവിതത്തിൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഭഗവാന്റെ എല്ലാ വിധത്തിലുള്ള സഹായവും KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്ന് പ്രത്യേക സർവീസും നാലമ്പല തീർത്ഥാടനത്തിനായി നടത്തും. വിശദ വിവരങ്ങൾക്ക് നാലമ്പല സമിതി പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9301823282 9605366121. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.